ചികിത്സയ്ക്ക് പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. ശമ്പള കുടിശ്ശികയായി 4 ലക്ഷം രൂപയാണ് ഇയാൾക്ക് ബോർഡിൽ നിന്ന് ലഭിക്കാനുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറപ്പ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വൃക്ക രോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ല. അതേസമയം ശമ്പള കുടിശ്ശികയിൽ പങ്കില്ലെന്ന പ്രതികരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തി. വരുമാനമുള്ള അമ്പലങ്ങൾ ജീവനക്കാർക്ക് സ്വയം ശമ്പളം കണ്ടെത്തണമെന്നാണ് ചട്ടമെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടി. നമ്മൾ മലബാർ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 96 മുതൽ കയറിയതാണ് ആൾ. എന്നിട്ടും ഒരു ഇനി ബാക്കി പൈസ കിട്ടാനുള്ളത് 2010 to 15 വരെയുള്ള ഒരു 3 ലക്ഷം രൂപയും ബാക്കി 14 ജനുവരി മുതൽ നവംബർ വരെ ഒരു 1.25 ലക്ഷം രൂപയും കിട്ടാണ്ട്. ഇതിനു വേണ്ടി നമ്മൾ അധികാരിയുടെ മുന്നിൽ കുറേ വട്ടം വന്നതാണ്. കോടതിയും അതിൻ്റെ മുന്നിൽ കുറേ സമർപ്പിച്ചാണ്. അതിനൊന്നും ഒരു റെസ്പോണ്ട് നമുക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഇത്രയും അത്രയും ദയനീയ അവസ്ഥയും കാര്യങ്ങളും അവനെ അറിയിച്ചാണ്. ഇങ്ങനെയൊക്കെ അസുഖങ്ങളാണ്, ഇത് കനിയണം എന്നൊക്കെ. കാരണം ഇതിന് അവരെ പോയിട്ട് നമ്മൾ എത്രയും പറയുക, നമ്മുടെ അവകാശമായത് കൊണ്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരെ പോയിട്ട് നമ്മൾ എതിർക്കേ അവിടെ ഒന്നും ചെയ്യല്ല. നമ്മുടെ അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങും അത്ര. ഇത് പറഞ്ഞിട്ട് പോലും അവർ ഒരു ദയാദാക്ഷിണ്യം നമ്മളടുത്തായിട്ട് കാണിച്ചിട്ടില്ല. നമുക്ക് ആ പൈസ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ ജീവൻ ഒന്നും കൂടി എനിക്ക് തോന്നണു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തോന്നിയിരുന്നത്. അവർക്ക് അതിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തോണ്ട് ഇത് കിട്ടിയെന്ന് ഉറപ്പായിട്ട് അച്ഛൻ കുറച്ചാളോട് ഞങ്ങളപ്പം കൂടെ ഉണ്ടായേനെ. മലബാർ ദേവസ്വം ബോർഡിന് നല്ല അനാസ്ഥയുണ്ട്. ഇവന് മാത്രമല്ല, ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് ആരിയേഴ്സിൻ്റെ പൈസ കിട്ടാറുണ്ട്. അതുവരെ കൊടുത്തിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതൊരു മലബാർ ദേവസ്വത്തിൻ്റെ ബോർഡിൽ നിന്ന് നല്ല അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവർ വേണ്ട മാതിരിയുള്ള സഹായം ഇനിയെങ്കിലും ഇവർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവം എന്നേ പറയേണ്ടതുള്ളൂ. കാരണം ചികിത്സയ്ക്ക് പണമില്ലാതെയാണ് ഇത്തരത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചിരിക്കുന്നത്. ശമ്പള കുടിശ്ശിക 4 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് കൈയൊഴിയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ വിഷയത്തിൽ കണ്ടതാണ്. എന്താണ് നിജസ്ഥിതി? തീർച്ചയായിട്ടും പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ വൃക്കരോഗത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഈ 4 ലക്ഷം രൂപയോളം ഈ മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പള കുടിശ്ശിക ലഭിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ടും പരാതിയായി പറയുന്നത്. അതായത് 2010-15 കാലയളവിൽ ഒരു 3 ലക്ഷം രൂപയും അതുപോലെ തന്നെ 2024 കാലഘട്ടത്തിൽ ഒരു 1,25,000 രൂപയോളവും, അങ്ങനെ 4,25,000 രൂപയോളം ഈ ചന്ദ്രന് കുടിശ്ശികയായിട്ട് ലഭിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം 96-ലാണ് ഈ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് ശമ്പളം ലഭിച്ചിരുന്നു. പിന്നീടാണ് പെട്ടെന്ന് ശമ്പളം കുടിശ്ശികയാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതിനുശേഷം ഈ 2010-15 കാലയളവിൽ 3 ലക്ഷം രൂപയോളം കുടിശ്ശികയായെങ്കിലും പിന്നീട് ആ ശമ്പളം കൃത്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും കുടിശ്ശിക പണം അവർക്ക് കൃത്യമായിട്ട് കൊടുത്തു തീർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അതിനൊക്കെ ശേഷം അദ്ദേഹത്തിന് ഈ വൃക്കരോഗം പിടിപെടുന്നു. അതിനുശേഷം ചികിത്സയ്ക്ക് യാതൊരു തരത്തിലും പണം ലഭിക്കാത്ത ഒരു സ്ഥിതി വന്നതിന് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ മരുന്നിനും ഡയാലിസിസ് ചെയ്യാനും പോലും പണമില്ലാത്ത ഒരു സ്ഥിതിയിൽ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഈ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ സർക്കാർ പുതിയ പദ്ധതിയൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. പക്ഷേ ഈ അതേ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ജീവനക്കാർക്ക് പോലും അത്തരം സംവിധാനങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതെ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ സ്ഥിതിയാണുള്ളതായിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്ത് നിരവധി മലബാർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക് സമാന ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ശമ്പള കുടിശ്ശികയും മറ്റും ലഭിക്കാതെ സമാന ദുരിതം നിരവധി ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പരക്കെ ഉയരുന്ന പരാതി. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.